ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹവന്ദനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയില് ഒരു പ്രാവശ്യം കൂടെ തിരുവചന പഠനത്തിനായി അടുത്തു വരുവാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവശക്തനും നിത്യനും നീതിമാനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നീതിയും ന്യായവും അങ്ങയുടെ സിംഹാസനത്തിന് അടിസ്ഥാനമാകുന്നു. തന്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്ന ദൈവം, ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമേ, ഞങ്ങള് തിരുമുഖത്തേക്ക് നോക്കുന്നു. അടിയങ്ങളോട് കരുണ തോന്നണം. ഈ വൈകുന്നേരം രാത്രികാലം ഞങ്ങൾക്ക് തിരുവചനം പഠിപ്പാനായിട്ട് ആവശ്യമായ ദൈവകൃപയെ അവിടുന്ന് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവെ, വചനം കേൾക്കുവാനും ഗ്രഹിപ്പാനും അത് ഉൾക്കൊള്ളുവാനും അനുസരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. വചനം വിഭാഗിപ്പാനായിട്ട് അടിയനെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, തിരുകൃപയിൽ പൊതിയണം. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. ബലഹീന കുറവ് കാരണമായ അടിയനെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തി അങ്ങയുടെ വചനം ഐശ്വര്യമായി പ്രസ്താവിപ്പാൻ തക്കവണ്ണം, കർത്താവെ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഒരുക്കുകയും മഹത്വം തിരുമേനി എടുക്കുകയും ചെയ്യണമേ. സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കൃപകളാൽ നിറയ്ക്കണം. ഗോസ്പൽ മീഡിയയും അതിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 15 മുതലുള്ള ആ വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ ഭാഗം നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹോർമഗനസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. യു നോ ദാറ്റ് everyone in the province of Asia has deserted me, including Phugelos and Hermogenes. അപ്പോസ്തലനായ പൗലോസ് 3 വർഷം താമസിച്ച് ശുശ്രൂഷ ചെയ്ത പ്രദേശമാണ് എഫെസോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിയയിലെ സഭകൾ ഉണ്ടായതും ആസിയയിലെ എഫെസോസിലെ സഭ സ്ഥാപിക്കപ്പെട്ടതും മാത്രമല്ല, അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളില് സഭകൾ ഉണ്ടായതും അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചാല്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാല് അത് 2 സംവത്സരം ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കാൻ ഇടയായി. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ, അതായത് അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരുടെ പള്ളിയിലാണ് ആദ്യമായി ശുശ്രൂഷ ചെയ്തത്. എന്നാൽ ചിലര് പൗലോസിനെ എതിർത്തപ്പോൾ, കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. ഒരു പബ്ലിക് ലെക്ചർ ഹാള് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് ടിറാനസ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു പൊതുസ്ഥലമായിരുന്നു. അവിടെ പൗലോസ് വിശ്വസിച്ചവരെ കൂട്ടി അവരോട് ദൈവവചനം സംഭാഷിച്ചു പോന്നു. അപ്പൊ അതൊരു പൊതുസ്ഥലമായിരുന്നത് കൊണ്ട് പുറത്തുനിന്നുള്ള പല ആളുകളും അവിടെ വരുമായി. പ്രത്യേകിച്ചും എഫെസോസ് എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണവും ഒരു പ്രധാന നഗരവും ആയിരുന്നത് കൊണ്ട് മാത്രവുമല്ല, അന്നത്തെ ആസിയ എന്ന് പറയുന്ന റോമൻ പ്രോവിൻസ്, ഇന്നത്തെ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കുറിച്ചല്ല പറയുന്നത്. അന്നത്തെ ആസിയ പ്രോവിൻസ് എന്ന് പറയുന്നത്, റോമൻ പ്രവിശ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ടർക്കിയുടെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളുമാണ്. അതില് അതിന്റെ തലസ്ഥാന നഗരിയായിരുന്നു എഫെസോസ്. എഫെസോസ് ഒരു തുറമുഖ പട്ടണമായിരുന്നു, ഒരു വ്യവസായിക കേന്ദ്രമായിരുന്നു. അവിടെ പൗലോസ് 2 വർഷത്തോളം തുറന്നോസിന്റെ പാഠശാല കേന്ദ്രീകരിച്ച് അനേകരെ സുവിശേഷം പഠിപ്പിക്കുകയും
പ്രസംഗിക്കുകയും ചെയ്തത് കൊണ്ട് ആ പ്രദേശങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും ആസ്യയിൽ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ എഫെസോസിൽ മാത്രമല്ല ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ പാർക്കുന്നവരും അവിടെ വരാനും സുവിശേഷം കേൾപ്പാനും കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. നമുക്കറിയാം ആസ്യയില് വിവിധ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. എഫെസോസ്, സ്മർണ, തുയത്തൈര, പെർഗമോസ്, ലവോദിക്ക, പിന്നെ അതുപോലെ ഹീറപ്പൊലിസ്, കൊലോസിയ, ഈ പറയുന്ന പട്ടണങ്ങളെല്ലാം തന്നെ അന്നത്തെ ആസിയയുടെ ഭാഗമാണ്. ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഇന്നത്തെ ടർക്കിയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. അപ്പൊ അപ്പോസ്തലനായ പൗലോസിന്റെ എഫെസോസിലെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളിലെല്ലാം സഭകള് ഉണ്ടാകുവാൻ ഇടവന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 19:10 പറയുന്നത്, 2 വർഷത്തോളം തുറന്നോസിന്റെ പാഠശാല കേന്ദ്രീകരിച്ച് പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനം നടന്നതുകൊണ്ട് ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും കൊലോസിയ, ലവോദിക്ക, ഹീറപ്പൊലി, അതുപോലെയുള്ള പട്ടണങ്ങളിലെല്ലാം തന്നെ സുവിശേഷം അറിയുവാനും കേൾക്കാനും ഇടയായി. അപ്പൊ പൗലോസ് ഇപ്പൊ ഇവിടെ പറയുന്നത്, താൻ റോമയിലെ കാരാഗ്രഹത്തിലായിരിക്കുന്നു. തൻ്റെ വിധി പ്രസ്താവം ചില ദിവസങ്ങൾക്കുള്ളിൽ നടന്ന് തൻ്റെ ശിരച്ഛേദം ചെയ്യും. ഇപ്പൊ നീറോ എന്ന് പറയുന്ന കൈസറാണ് റോമ ഭരിക്കുന്നത്. പൗലോസിനെ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 4ാമത്തെ മിഷണറി യാത്രയുടെ ഒടുവില് താന് റോമയിലെ മാമർടൈം ഡെഞ്ചിയോൻ എന്ന് പറയുന്ന ആ വലിയ ജയിലില് ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും പൗലോസിന്റെ അവസാന കത്താണല്ലോ ഇത്, നമ്മൾ ആദ്യമേ തന്നെ ഓർത്താണ് അവിടെ വെച്ച് പറയുകയാണ്, പൗലോസ് ഇപ്പം തൻ്റെ ജീവിതത്തിലെ വളരെ പ്രയാസമേറിയ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പം 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, 4-ാം അധ്യായത്തിൽ പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം തീമോഥെയോസിനോട് പറയുകയാണ്, വേഗത്തിൽ നീ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രിസ്തുസ് ഗലാത്തേക്കും തീത്തോസ് ദൽമാത്തേക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. അപ്പൊ ലൂക്കോസ് മാത്രമേ കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ പൗലോസ് പറയുകയാണ് എഫെസോസിനോട്, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു. അപ്പം ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എഫെസോസിലെ സഭയിലുള്ളവർ വിട്ടുപോയെന്നല്ല, പൗലോസിനെ എൻ്റെ കൂടെ, പൗലോസിൽ നിന്ന് ദൈവവചനം കേട്ട് ഒരുപക്ഷെ റോമ വരെ വന്നവരും റോമയിൽ താമസിക്കുന്നവരുമായ എഫെസോസുകാരും ആസിയയിലെ മറ്റു പ്രദേശങ്ങളിലുള്ളവരും വിട്ടുപോയി കളഞ്ഞു എന്നുള്ളതാണ്. അതൊരിച്ചിരി ഒരു ആസിയക്കാർ എല്ലാവരും വിട്ടുപോയി എന്ന് പറയുമ്പം എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ചു പോയി എന്നുള്ള അർത്ഥമല്ല, പലരും പോയി. അതിൽ പ്രധാനപ്പെട്ട 2 പേരായിരുന്നു. ആരാണ്? ഫുഗലോസും ഹെർമഗനോസും. ഒരു പക്ഷേ അവര് പൗലോസിനെ എതിർക്കുന്ന വിഭാഗത്തിലുള്ള 2 ലീഡേഴ്സ് ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ പൗലോസിന്റെ കൂടെ റോമയിൽ വരെ വന്നവരായിരിക്കാം. പൗലോസിനെ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞു കൂടെ വന്നവരാ. പക്ഷേ അറസ്റ്റ് ചെയ്ത് വളരെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറഞ്ഞ പോലെ വളരെ കാവലുള്ള ഒരു ജയിലിലാക്കിയിരിക്കുന്നു. മാത്രമല്ല റോമയിൽ പല ജയിലുകളും കാണും, കാരാഗ്രഹങ്ങളും കാണും. ഇത് മാമർടൈം ഡെഞ്ചിയൻ എന്ന് പറയുന്നത് ഇന്നും അതിന്റെ ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വളരെ ഒരു കുഴി പോലുള്ള ഒരു സ്ഥലമായിട്ട്, വളരെ കഠിനമായി ശിക്ഷിക്കപ്പെട്ട തടവുകാരെ ഇടുന്ന അവിടെയാണ് പൗലോസ് ഇന്നായിരിക്കുന്നത്. അപ്പൊ അവിടെ പൗലോസിനെ ഒന്ന് കാണാനോ നോക്കാനോ ഒന്നും ആരും ചെന്നില്ല. ഒരു മനുഷ്യൻ ഇത്രയും ഓടി നടന്ന് സുവിശേഷ വേല ചെയ്തൊരു വ്യക്തി അല്ലേ, 4 മിഷണറി യാത്രകൾ ചെയ്തു. 4ാമത്തെ മിഷണറി യാത്രയുടെ അവസാനത്തിൽ തനിക്കൊരു 65 68 വയസ്സ് കാണും. നമുക്കങ്ങനെ ഊഹിക്കാം. ഒരു പക്ഷേ 70 താഴെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ആ സമയത്താണ് പൗലോസിന്റെ എക്സിക്യൂഷൻ, പൗലോസിന്റെ ശിരച്ഛേദം ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എഴുതുകയാണ്, എല്ലാവരും വിട്ടുപോയി, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. അപ്പോ ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു. വിട്ടുപോയി കളഞ്ഞ
ഡെസേർട്ട് ചെയ്തായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ളവർ. പൗലോസിന് ഒരു പക്ഷേ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ താൻ ഓർക്കുകയാണ്, അല്ലെ, 4 മിഷണറി യാത്രകളെ കുറിച്ച് ഓർക്കുക, അല്ലെ. ദമസ്കോസിന്റെ പടിവാതിൽക്ക് നിന്ന് കർത്താവ് പിടിച്ചു, രക്ഷിക്കപ്പെട്ടു, 3 വർഷത്തോളം അറേബ്യ ദമസ്കോസിൽ താമസിച്ചു. അതിനുശേഷം യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിൽ നിന്നും പിന്നെ എവിടേക്ക് പോയി? കിലിക്കിയയിലേക്ക് പോയി. 7 വർഷത്തോളം കിലിക്കിയയിൽ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. 7 വർഷം കഴിഞ്ഞപ്പോൾ ബർന്നബാസ് അന്ത്യോക്യയിൽ വന്നു. അന്ത്യോക്യയിൽ നിന്നും ബർന്നബാസ് പൗലോസിനെ അന്വേഷിച്ച് കിലിക്കിയയിലേക്ക്, തർസോസിലേക്ക് പോയി. അവിടുന്ന് തർസോസിൽ നിന്നും പൗലോസിനെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് അന്ത്യോക്യയിലെ സഭയിൽ അവര് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസിനെയും ബർന്നബാസിനെയും 1ാമത്തെ മിഷണറി യാത്രയ്ക്ക് അയക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഇപ്പൊ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ട് 1ാമത്തെ മിഷണറി യാത്ര കഴിയുമ്പോൾ തന്നെ ഒരു 10-13 വർഷങ്ങളായി, അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും 1 വർഷത്തോളം അന്ത്യോക്യയിൽ താമസിച്ചിട്ട് 2ാമത്തെ മിഷണറി യാത്ര ചെയ്തു. ആദ്യത്തെ മിഷണറി യാത്രയിൽ സൈപ്രസ്, പിന്നെ പെർഗ, അവിടെ നിന്ന് പിസിദ്യയിലെ അന്ത്യോക്യ, അവിടെ നിന്ന് ഇക്കോന്യയിൽ നിന്ന് ലുസ്ത്രയിൽ നിന്ന് പിന്നീട് തിരിച്ച് അന്ത്യോക്യയിലേക്ക്, പല സ്ഥലങ്ങളും വീണ്ടും സന്ദർശിച്ചിട്ട് അന്ത്യോക്യയിലേക്ക് പോകും. 2ാമത്തെ മിഷണറി യാത്ര വീണ്ടും 1 വർഷത്തിന് ശേഷം അന്ത്യോക്യയിൽ നിന്ന് ആരംഭിക്കും. അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് വീണ്ടും ഈ പറഞ്ഞ ചില പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച ശേഷം പൗലോസ് ആസിയയിലെ എഫെസോസിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ പൗലോസിനെ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിക്കാതെ അവിടെ നിന്ന് പൗലോസിനെ പിന്നെ ഫിലിപ്പയിലേക്ക്, യൂറോപ്പിലേക്ക് അദ്ദേഹം അയക്കുന്നു. നോർത്ത് മാസിഡോണിയ, മക്കതോന്യയുടെ വടക്കൻ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. ഫിലിപ്പയിൽ ചെല്ലുന്നു. ഫിലിപ്പയിൽ വെച്ചാണ് വെളിച്ചപ്പാടത്തിയായ സ്ത്രീ, അല്ലേ, യജമാനന്മാർ ലാഭത്തിന്റെ ആശ പോയി കളയും എന്ന് കണ്ട് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലാകുന്നു. അവിടെ നിന്ന് പൗലോസ് ഫിലിപ്പയിൽ തെസ്സലോനിക്കയിൽ വരുന്നു. തെസ്സലോനിക്കയിൽ നിന്നും ബെരോവയിൽ വരുന്നു. ബെരോവയിൽ നിന്നും പൗലോസ് ഏതൻസിൽ ചെല്ലുന്നു. ഏതൻസിൽ നിന്ന് കൊരിന്തിൽ ചെല്ലുന്നു. കൊരിന്തിൽ വെച്ചാണ് അക്വിലാവിനെയും പ്രിസ്കില്ലയും കാണുന്നത്. അതിനുശേഷം ഞാൻ ഈ പറയുന്നതൊക്കെ പൗലോസ് എത്രമാത്രം പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ സുവിശേഷം അറിയിച്ചു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പൊ കൊരിന്തിലെ കഴിഞ്ഞ് വീണ്ടും യെരുശലേമിൽ പോയി അതുവഴി അന്ത്യോക്യയിലേക്ക് പോകുന്നു. 3ാമത്തെ മിഷണറി യാത്രയിലാണ് എഫെസോസിലേക്ക് വരുന്നത്. എഫെസോസിൽ നിന്ന് പിന്നീട് ചില പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് യെരുശലേമിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് അറസ്റ്റിലാകുന്നു. അവിടെ നിന്ന് പിന്നെ റോമ കൈസരെ അഭയം ചൊല്ലുന്നത് കൊണ്ട് റോമിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യത്തെ കാരാഗ്രഹവാസം റോമില് നടക്കുന്നു. അതോടുകൂടെയാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. എന്നാൽ അന്ന് പൗലോസ് 1ാമത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസിനെ വേറിട്ട് താമസിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പൗലോസിനെ വിട്ടയച്ചു എന്നാണ് കരുതപ്പെടുന്നത്. കാരണം അതിനുശേഷമാണ് ക്രേത്തയിലൊക്കെ പോകുന്നത് എന്ന് ചിന്തിക്കുന്നു. കാരണം തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് എന്ന്. അപ്പൊ ക്രേത്തയിലൊക്കെ 4ാമത്തെ മിഷണറി യാത്രയിൽ, അങ്ങനെ ആ യാത്രയിലാണ് അറസ്റ്റ് ചെയ്ത് 2ാമത്തെ പ്രാവശ്യം കാരാഗ്രഹത്തിലാണ്. ആ കാരാഗ്രഹവാസത്തിന്റെ ഒടുവിൽ അപ്പോഴാണ് ഈ തീമോഥെയോസിന് എഴുതിയ ഈ 2ാം ലേഖനം, ഈ അവസാനത്തെ ലേഖനം എഴുതുന്നത്. താന് ആ വലിയ നിലവറക്കുഴി പോലുള്ള ഗുഹയിൽ ആയിരിക്കുമ്പോൾ, ആ ജയിലിൽ ആയിരിക്കുമ്പോൾ കൂടെ ആരുമില്ല, ലൂക്കോസ് മാത്രമേ അടുത്തെങ്ങാണോ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം വിട്ടുപോയി. ഇപ്പൊ ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. അപ്പൊ ഇറ്റ് വാസ് എ ഡാർക്ക് അവർ ഇൻ ദ ലൈഫ് ഓഫ് അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്റ്റലനായ പൗലോസിന്റെ ജീവിതത്തിലെ ഒരു ഇരുണ്ട അവസരം എന്ന് പറയാം. എന്നാൽ ആ സമയം ഇതെല്ലാം ഓർത്തുകൊണ്ട് ഇന്നിപ്പോ ആരും സഹായിക്കാനില്ല. പ്രത്യേകിച്ച് പൗലോസിനെ ഇത്രമാത്രം ഈ 2ാമത്തെ പ്രാവശ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ സംഭവത്തെ എല്ലാവരും കാണുന്നത്. കാര്യം ഏത് സമയവും പൗലോസിന്റെ തല വെട്ടാം. അതിനുവേണ്ടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ഇപ്പൊ ഭരിക്കുന്നത് നീറോ കൈസറാണ്. ഇപ്പൊ വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യം. അപ്പൊ പൗലോസിനെ ജയിലിൽ ചെന്നൊന്ന് കാണാൻ പോലും ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പൗലോസിന് സഹായത്തിന് വളരെ ആളുകളെ കുറവേ ഉള്ളൂ. എന്നാൽ ആ സമയത്താണ് ഫുഗലോസും ഹെർമഗനോസും ആസയക്കാരും എല്ലാം വിട്ടുപോയപ്പോഴും ആസയിലെ മറ്റൊരുത്തനുണ്ട്. അവന്റെ പേര് പറയുന്നു 16-ാമത്തെ വാക്യം, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ, ഇവിടെ പറയുന്നത്, മേ ദ ലോർഡ് ഷോ മേഴ്സി ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഒനേസിഫോറസ്
because he often refreshed me and was not ashamed of my chains. എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ പലപ്പോഴും എന്നെ തണുപ്പിച്ചവൻ. He is the one who refreshed my soul. He is the one who എന്റെ കൂൾ മൈ സോൾ, എന്റെ ഹൃദയത്തെ, എന്റെ ആത്മാവിനെ തണുപ്പിച്ചവൻ. എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ, ഇവിടെ പറയുന്നത് അവൻ റോമയിൽ എത്തിയപ്പോൾ അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. മറ്റാരും അന്നൊന്ന് കാണാൻ കൂട്ടാക്കാത്തപ്പോൾ, മറ്റാരും ഒരു സഹായവും ചെയ്യാത്തപ്പോൾ, വളരെ കഷ്ടമേറിയ സാഹചര്യത്തിൽ ശിരച്ഛേദം ചെയ്യപ്പെടും എന്നുള്ള തീർച്ചയാക്കിയ ദിവസങ്ങളിൽ അവിടെ താമസിക്കുമ്പോൾ ഒരു ആശ്വാസ വാക്ക് പറയുവാനോ കൂടൊന്നിരുന്ന് പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ ആരുമില്ലാത്ത അവസ്ഥയിൽ കടന്നു വന്നൊരു വ്യക്തിയാണ് ആര്? ഒനേസിഫോരസ്. ഒനേസിഫോരസിന്റെ പേര് തന്നെ ഹെൽപ്പ് ബ്രിങ്ങർ എന്നാ പറയുന്നത്, സഹായം കൊണ്ടുവരുന്നവൻ. അവനെ കുറിച്ച് പറയുന്ന അവൻ എൻ്റെ ഹൃദയം തണുപ്പിച്ചവനെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വേലയിൽ നാം നിരാശരാകുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, അന്നേരം നമ്മെ നമുക്കൊരു കൂട്ടായ്മ തരാൻ, ആശ്വസിപ്പിക്കാൻ ഒരാൾ കടന്നു വരുമ്പോഴാണ് നമുക്കതൊരു മറക്കാത്ത അനുഭവമായി തീരും. പൗലോസിന് ഒനേസിഫോരസിനെ കുറിച്ച് ഇവിടെ അത് പറയാനുണ്ട്. പലപ്പോഴും എൻ്റെ ഹൃദയം, ഇപ്പം മാത്രമല്ല, അവൻ പലപ്പോഴും, ഹി ഹാസ് ഓഫൺ ഡൺ ദാറ്റ് ടു മീ. അവന് പലപ്പോഴും അതെനിക്ക് ചെയ്തവനാണ്. അവന്റെ കുടുംബത്തിന് ദൈവം കരുണ നൽകി. കുടുംബം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പല വേദപണ്ഡിതന്മാരും പറയുന്നത്, ഒനേസിഫോരസ് റോമയിൽ പൗലോസ് എത്തിയപ്പം പൗലോസിനെ അന്വേഷിച്ചു. പണ്ടായിരുന്ന പൗലോസിനെ കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ എളുപ്പമായി, വേറിട്ട് താമസിക്കുകയും വരുന്നവരെ സ്വീകരിക്കാനൊക്കെയുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഇതിപ്പം വളരെ എക്സിക്യൂഷന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ ഇട്ടിരിക്കുന്ന പോലുള്ള ഒരു വലിയ ജയിൽ. ക്രൂരനായ ഒരു ഭരണാധികാരി റോമൻ സാമ്രാജ്യം ഭരിക്കുന്നു, റോമയിലായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് പല ജയിലുകളുള്ളിടത്ത് പൗലോസിനെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ റോമയിൽ ഹി സെർച്ച് വെരി സെലസ്ലി ഫോർ മീ എന്നവർ എന്നെ വളരെ തിരഞ്ഞ് അന്വേഷിച്ച്, ഓൺ ദ കോൺട്രറി വെൻ ഹി വാസ് ഇൻ റോം ഹി സെർച്ച് ഹാർഡ് ഫോർ മീ ആൻഡിൽ ഹി ഫൗണ്ട് മീ. എന്നെ കണ്ടെത്തുന്നത് വരെ അവൻ വളരെ കഷ്ടപ്പെട്ട് എന്നെ തിരഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന പൗലോസിന് ശുശ്രൂഷ ചെയ്തപ്പോൾ പല പട്ടാളക്കാരും ഇത് വാച്ച് ചെയ്ത് കാണും. ഇവനാരാ ഇവിടെ വന്ന് പൗലോസിനെ ഇത്ര അടുത്ത് വന്ന് ശുശ്രൂഷിക്കുന്നു? അപ്പൊ ചിലരൊക്കെ ചിന്തിക്കുന്നത് ഒനേസിഫോരസിനെ അറസ്റ്റ് ചെയ്തു, ഒനേസിഫോരസിനെ പെട്ടെന്ന് കൊന്നു കളഞ്ഞു. പൗലോസിനെ തിരക്കാൻ വന്നതുകൊണ്ട് ഒനേസിഫോരസിനും കൊന്നു കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ പൗലോസ് പറയുന്നത് ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകട്ടെ എന്ന് പറഞ്ഞാൽ, ഈ തിമോത്തിയോസിന്റെ ഈ ലേഖനം പൗലോസ് എഴുതുമ്പം ഒനേസിഫോരസ് റോമയിലും ഇല്ല. പിന്നെ അല്ലെ, 4-ാം അധ്യായം നോക്കിക്കേ, 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫോരസിന്റെ കുടുംബത്തിനും, 2 തിമോത്തിയോസ് 4:19, ഒനേസിഫോരസിന്റെ കുടുംബത്തിനും വന്ദനം ചെല്ലുക. അപ്പോ ഒനേസിഫോരസ് ഇപ്പം റോമയിലും ഇല്ല, തിമോത്തിയോസ് ആയിരിക്കുന്ന എഫെസോസിലും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒനേസിഫോരസിനെ കൊന്നു കളഞ്ഞു കാണും എന്ന് ചിന്തിക്കപ്പെടും. ഏതായാലും ഒനേസിഫോരസ് among the unfaithful men he was the only faithful believer who refreshed the soul of Paul when he was undergoing a very hard time. വളരെ കഷ്ടമേറിയ ഒരു സമയം ഇവിടെ പൗലോസ് കടന്നു പോകുമ്പോൾ, അവിശ്വസ്തരായ എല്ലാവരും വിട്ടുപോയപ്പോൾ, അത് പൗലോസിനെ മാത്രമല്ല, അല്ലെ, ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ ഇങ്ങനെ ജയിലിൽ കിടക്കുകയാണ്, ചങ്ങല ധരിച്ച ഒരു കുറ്റവാളിയെ പോലെ ഇവിടെ കിടക്കുകയാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് ഓർക്കാതെ, ലജ്ജിക്കാതെ, എന്നെ വളരെ കഷ്ടപ്പെട്ട് അവൻ തിരഞ്ഞ് എന്നെ കണ്ടെത്തി എൻ്റെ മനസ്സിനെ തണുപ്പിച്ചു. പൗലോസിന് എത്രമാത്രം ഒനേസിഫോരസിനെ കുറിച്ചുള്ള ആ ഒരു സ്നേഹം. പ്രിയമുള്ളവര്, നമ്മളായിരുന്നെങ്കിൽ പൗലോസിനെ അന്ന് കാണാൻ പോവായിരുന്നു. നമ്മളാരെങ്കിലും ആയിരുന്നു റോമയിലെങ്കിൽ പൗലോസിനെ അന്ന് കാണാൻ പോവായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഒനേസിഫോരസിനെ കുറിച്ച്
ദൈവം ഇവിടെ പറയുന്ന ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി. ആ ദിവസം ഏത് ദിവസമാണ്? ഒരു പക്ഷേ ഒനേസിഫോരസ് കൊല്ലപ്പെട്ട് കാണും. എന്നാൽ അവന് കരുണ എന്ന് ലഭിക്കുമെന്ന കർത്താവിന്റെ വരവിങ്കൽ ആ ദിവസത്തിൽ കർത്താവ് അവന് കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഒനേസിഫോരസിനെ പോലെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തില് ഇതുപോലെയുള്ള അനേകരുടെ സഹായം കൊണ്ടാണ് പൗലോസിന്റെ ശുശ്രൂഷ വിജയകരമായി നടത്തപ്പെടുവാൻ ഇടയാക്കിയത്. ഒരുപക്ഷെ ചിലരെല്ലാം പൗലോസിനെ കുറിച്ച് പറയുമായിരിക്കും, പുള്ളി വലിയ സ്ട്രിക്റ്റാ, ഒരു കാര്യം സമ്മതിക്കത്തില്ല, മാറത്തില്ല, അല്ലേ, പിടിച്ചിടം കൊണ്ട് വരത്തുള്ളൂ എന്നൊക്കെ പൗലോസിനെ കുറിച്ച് പറയുന്ന ആൾക്കാർ കാണുമായിരിക്കും. കാര്യം പൗലോസ് കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് വിഗ്രഹാർപ്പിതം തിന്നുന്നതിനെ കുറിച്ചും, അല്ലേ, മറ്റ് ദുരുപദേശങ്ങളെ കുറിച്ചും അധാർമിക ഇമ്മൊറാലിറ്റിയെ കുറിച്ചും എല്ലാം വളരെ ശക്തമായിട്ട് പൗലോസ് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും പൗലോസിനോടുകൂടെ ഒത്തുപോകുവാനായിട്ട് കഴിഞ്ഞു കാണുന്നു. അയാൾ ഒരു ഇച്ചിരി കടുപ്പക്കാരന്, ഇല്ലയോ, അവന് ഇനി അനുഭവിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഒരു പക്ഷേ ആളുകളെ മാറി നിന്ന് കാണും. എന്നാൽ ആ സമയത്തും പൗലോസിന്റെ ആ കർത്താവിനോ ദൈവത്തോടുള്ള വിശ്വസ്തത ഓർത്ത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് കർത്താവിന് എന്ന പോലെ ശുശ്രൂഷ ചെയ്യുകയാണ്, അല്ലേ. തടവിലുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലേ, കർത്താവ് പറഞ്ഞു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സമയത്താണ് നാം കർത്താവിന് ശുശ്രൂഷ ചെയ്യും, അല്ലേ. ഒനേസിഫോരസ് പൗലോസിന് ശുശ്രൂഷ ചെയ്തപ്പോൾ തടവിലായിരുന്ന പൗലോസിനെ കാണുവാനായിട്ട് ചെന്ന് പൗലോസിന്റെ ഹൃദയം തണുപ്പിച്ച ഒനേസിഫോരസ് എത്ര നല്ല മാതൃകയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസിന് ഈ ലേഖനത്തിന്റെ ആദ്യവും 1-ാമത്തെ അധ്യായത്തിലും ഒടുവിലത്തെ അധ്യായത്തിലും ഒനേസിഫോരസിന്റെ കുടുംബത്തെ കുറിച്ച് പറയുവാണ്. ഒരുപക്ഷെ ഒനേസിഫോരസ് കൊല്ലപ്പെട്ട് കാണും, മരിച്ചു കാണും. പൗലോസിനെ അന്വേഷിച്ച് കണ്ടെത്തി ശുശ്രൂഷ ചെയ്തതുകൊണ്ട് നീറോ കൈസറിന്റെ പട്ടാളക്കാർ അവനെയും പിടിച്ച് കൊന്നു കളഞ്ഞ് കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഇന്നിപ്പോ പൗലോസ് റോമയിലും ഇല്ല, എഫെസോസിലും ഇല്ല. അതുകൊണ്ട് പൗലോസ് കുടുംബത്തിന്, അല്ലേ, ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകട്ടെ എന്ന് 1-ാം അധ്യായത്തിന്റെ 16 പറയുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 19 പറയുന്നു, പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫോരസിന്റെ കുടുംബത്തിനും. ഒനേസിഫോരസ് എഫെസോസിലുണ്ടായിരുന്നേ, ഒരു പക്ഷേ പറയുമായിരുന്നു ഒനേസിഫോരസിനും അവന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക എന്ന് പറയും. ഇവിടെ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് വന്നു. അപ്പോ എഫെസോസിൽ ഇല്ല, ഇവിടെയും റോമിലും ഇല്ല. അപ്പൊ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ന്യായമായിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഒനേസിഫോരസ് പൗലോസിനെ ശുശ്രൂഷ ചെയ്യുവാൻ ചെന്നതുകൊണ്ട്, പൗലോസിനെ വളരെ തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട്, പൗലോസിന് വേണ്ടി അത്രത്തോളം തൻ്റെ ആപൽ സാധ്യത, അപകട സാധ്യത വകവയ്ക്കാതെ പൗലോസിനെ ശുശ്രൂഷ ചെയ്യുവാൻ ചെന്നതുകൊണ്ട് ഒരു പക്ഷേ ഒനേസിഫോരസും കൊല്ലപ്പെട്ട് കാണുമായിരിക്കും. അങ്ങനെയുള്ള അനേകർ ഒനേസിഫോരസിനെ കുറിച്ച് ഈ വേദഭാഗത്തിൽ 2-ഇടത്താണ് നാം പ്രധാനമായിട്ടും കാണുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ. എങ്കിലും കർത്താവിന്റെ ദിവസത്തിൽ അവന് കരുണ ലഭിക്കും. അവൻ എഫെസോസിൽ വെച്ചും എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് അവിടെ പറയും. പ്രിയമുള്ളവരെ, പൗലോസിന്റെ ജീവിതം ഞാൻ പറഞ്ഞതുപോലെ ഇപ്രകാരം പ്രിസ്കയെ കുറിച്ചും അക്വിലാവിനെ കുറിച്ചും പറയുമ്പോൾ റോമാലേഖനം 16-ാം അധ്യായത്തിൽ പറയുന്നു, അവർ എന്റെ പ്രാണന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള സുവിശേഷത്തിന് വേണ്ടി, പൗലോസിന് വേണ്ടി കഴുത്ത് വെക്കുകയല്ല, സുവിശേഷ നിമിത്തം പൗലോസിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കുന്നതായിട്ടുള്ള ആൾ. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ലോകമെമ്പാടും കർത്താവിന്റെ വചനം പരക്കുവാനും അനേകർ കർത്താവിനെ അറിവാനും ഇടയായിത്തീർന്നു. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടും. അന്ന് ഓർത്ത് നോക്കിയേ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലെ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ റോമയിലെ
ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ 5 അടി മാത്രം പൊക്കമുള്ള ഒരു മനുഷ്യനായിട്ടാണ് പൗലോസിനെ പറയുന്നത്. തന്നെയുമല്ല, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ചപ്പോൾ സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം ആണ് അവൻ കണ്ടത്. കണ്ടപ്പം തന്നെ അവന്റെ 2 കണ്ണും കാണാതെയായി, അന്ധനായി തീർന്നു. പിന്നെ അനന്യാസ് വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവന്റെ കണ്ണിൽ നിന്ന് ചിതുമ്പൽ പോലെ വീണ് അവന് കാഴ്ച പ്രാപിക്കുന്നു. ചില ദിവസങ്ങൾ അവന് കാഴ്ചയില്ലാത്തവനായി, തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയാതെ. എന്നാൽ പറയപ്പെടുന്നത് പൗലോസിന്റെ കണ്ണ് അന്ന് ഒരു പഴുത്ത് വീർത്തതുപോലെ ആയി എന്ന്, പ്രത്യേകിച്ച് ഒരു കണ്ണ് പഴുത്ത് വീർത്ത പോലെ ആയി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്ര വലിയൊരു പ്രകാശം താന് കണ്ടതുകൊണ്ട്. അപ്പോ ഒരു കുറിയ മനുഷ്യൻ ഒരു ഒറ്റ ഉടുപ്പ്, അല്ലേ, ഒറ്റ ഉടുപ്പിട്ടിരിക്കുന്നു, അത് തന്നെ ഒരു കണ്ണ് പഴുത്ത വീർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് ഗലാത്യരോടൊക്കെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കണ്ണിന് അസുഖം ഉണ്ടായിരുന്നെന്നാണ് കരുതപ്പെടുന്നത്. പോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ നിലവറക്കുഴി പോലെയുള്ള ഒരു ജയിലിൽ കിടക്കുമ്പം അതിന്റെ മുകളിൽ മാത്രം ഒരു വെന്റിലേഷൻ ഉണ്ട്. ആ വെന്റിലേഷനിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ താഴേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ബ്രെഡോ മറ്റെന്തെങ്കിലും താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ താഴെ വൈക്കോല് കച്ചി വിരിച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് പറയുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഈ 2 തിമത്തി അവിടെ നിന്ന് നറേറ്റ് ചെയ്യുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. പറയുമ്പോ ഈ ഭാഗം വരുമ്പോൾ പറയുകയാണ്, എന്റെ മകനെ തീമത്തിയോസേ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഓർത്തു നോക്കിക്കേ, ആ ഒരു സാഹചര്യത്തിൽ തീമത്തിയോസിനോട് ഇത് പറഞ്ഞു കൊടുക്കുക. ലൂക്കോസ് ആയിരിക്കും ഇത് എഴുതിയെടുക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ലൂക്കോസിനോട് പറയുകയാണ്, എന്റെ മകനെ തീമത്തിയോസേ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് എഴുതുക. കാരണം വളരെ പ്രയാസമേറിയ സാഹചര്യത്തിലായിരിക്കുമ്പോൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യു therefore my son be strong in the grace that is in Christ Jesus. അതുകൊണ്ട് തീമത്തിയോസേ എന്ന മലയാളത്തിൽ ആ വാക്യമില്ല, യു then എന്നും യു therefore എന്നും ചില ട്രാൻസ്ലേഷൻസിലുണ്ട്. അതുകൊണ്ട് തീമത്തിയോസേ, നീ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ, അതുകൊണ്ടെന്നുള്ളത് ഉപയോഗിക്കുന്നതിന്റെ കാരണം ഞാൻ ചിന്തിക്കുന്നത്, ആസ്യക്കാരെല്ലാരും വിട്ടുപോയി. പുകലോസും ഹെർമഗനോസും മറ്റുള്ളവരും ആരും എന്നെ കാണാൻ ജയിലിലെങ്ങും വന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും കൊണ്ട് തന്നില്ല, അല്ലെ അല്പം ഭക്ഷണം തന്നില്ല, എന്നെ വന്നൊന്നും ആശ്വസിപ്പിച്ചില്ല. എല്ലാവരും വിട്ടുപോയി. ലൂക്കോസ് മാത്രമേ കൂടെയുള്ളൂ. എന്നാൽ എന്നെ കാണാൻ വന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്ത ഒനേസിഫോരസും കൊല്ലപ്പെട്ടു. ഒനേസിഫോരസ് എന്റെ പ്രാണനെ തണുപ്പിച്ചു. എന്നാൽ ഇങ്ങനെയുള്ള പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, എല്ലാവരും വിട്ടുപോയാലും, അല്ലേ, നമ്മെ തണുപ്പിക്കാൻ വന്നവർ കൊല്ലപ്പെട്ടു പോയാലും നീ ശക്തിപ്പെടണം. നീ ശക്തിപ്പെടേണ്ടത് എങ്ങനെയാണ്? ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. മാത്രമല്ല, തീമത്തിയോസിന് വളരെ എൻകറേജ്മെന്റ് ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭം. അപ്പൊ പൗലോസ് പറയുകയാണ്, മനുഷ്യരിൽ ശക്തിപ്പെടുവാനല്ല, യു നീഡ് സ്ട്രെങ്ത്. നിനക്ക് ശക്തി ആവശ്യമാണ്. ഫ്രം where did you get strength? നിനക്ക് എവിടുന്നാ ശക്തി കിട്ടുന്നത്? നിനക്ക് മനുഷ്യരെ ആരെയും ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചാൽ നിനക്ക് ശക്തി ലഭിക്കുകയില്ല. ചിലപ്പോ തണുപ്പിക്കാൻ വരുന്നവര് പോലും കൊല്ലപ്പെട്ട് പോയേക്കാം. മറ്റുള്ളവര് നമ്മെ കുറിച്ച് നാണിച്ചും നമ്മെ സഹായിക്കാതെയും വിട്ട് പോയി കളഞ്ഞേക്കാം. എന്നാൽ നിനക്ക് ശക്തി ആവശ്യമാണ്. ദൈവം കൊടുത്ത വിളി പൂർത്തിയാക്കണമെങ്കിൽ യു നീഡ് സ്ട്രെങ്ത്. നിനക്ക് ശക്തി ആവശ്യമാണ് എന്ന് പറയുകയാണ്. വിളി പൂർത്തിയാക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, പിടിച്ചു നിൽക്കുവാൻ ഒരു എൻഡ്യൂറൻസ് വേണമെങ്കിൽ, കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതം വിജയകരമായി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തി ആവശ്യമാണ്. ആ ശക്തി എവിടെ നിന്ന് ലഭിക്കും? മനുഷ്യരിൽ നിന്നല്ല. എഫേസ്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ എന്താ പറയുന്നത്? എഫേസ്യ ലേഖനം 6:10-11. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഒടുവിൽ കർത്താവിലും, ഫൈനലി മൈ ബ്രദറൻ ബി സ്ട്രോങ്, അല്ലേ? 6-ാം അധ്യായത്തിന്റെ
10ാമത്തെ വാക്യം ഞാൻ ഇംഗ്ലീഷിലെ വായിക്കാം. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ. അവന്റെ അമിത ബലത്തിലും, ഇൻ ഹിസ് മൈറ്റി പവർ. അപ്പൊ ശക്തി വേണ്ടത്, ബലഹീനർക്ക് ശക്തി വേണ്ടത് എവിടുന്ന? ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ആൻഡ് പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. സാത്താന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഇനിയും യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, അവിടെയും ശക്തിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവശക്തി ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനം 40-29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹി ഇൻക്രീസസ് സ്ട്രെങ്ത് ഫോർ ദ വീക്ക്. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. തീമോഥെയോസിനോട് പൗലോസിന് പറയുവാനുള്ളത് ഇതാണ്. ഒടുവിൽ therefore my dear son, be strong in the grace of our Lord Jesus Christ. 31-ാമത്തെ യെശയ്യാവ് 40-31 ഒന്ന് വായിച്ചേ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമുക്ക് ശക്തി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തെ കാത്തിരിക്കണം, അല്ലെ? വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ടു റിന്യൂ യുവർ സ്ട്രെങ്ത്. ദൈവത്തെ കാത്തിരിക്കണം. എങ്ങനെ ദൈവത്തെ കാത്തിരിക്കാന്ന് പറഞ്ഞാ, വെദർ വി ഷുഡ് സിറ്റ് പാസീവ്ലി ആൻഡ് എക്സ്പെക്ടിങ് ദ ലോർഡ് ടു ആക്ട്, അല്ലെ? നമ്മളിങ്ങനെ ആലസ്യമായിട്ട് ഇരുന്നിട്ട് ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ദൈവം അങ്ങ് ശക്തി പകരുമെന്നാണോ ചിന്തിക്കുന്നത്? ഈ ശക്തി എങ്ങനെയാണ് ലഭിക്കുന്നത്? ദൈവം ശക്തി തരുമെന്ന് പറഞ്ഞ് അലസമായി ഇരിക്കുമ്പോഴല്ല ദൈവശക്തി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എപ്പോഴാണ്? ആസ് വി സീക്ക് ഹിം ആൻഡ് റിലൈ ഓൺ ഹിം. നാം അവനെ അന്വേഷിക്കുമ്പോൾ, അവനിൽ ആശ്രയിക്കുമ്പോഴാണ് അവൻ തന്റെ ശക്തി നമ്മിൽ പകരും. നമുക്ക് വേദപുസ്തകത്തില് അനേക ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. നെഹമ്യാവ്, അല്ലെ? നെഹമ്യാവ് അത് കേട്ടിരുന്ന് കരഞ്ഞു കുറച്ച് ദിവസത്തേക്ക്. പക്ഷെ ദൈവസന്നിധിയില് കാത്തിരുന്നു, ശക്തിയെ പ്രാപിച്ചു. ദാനിയേൽ പ്രവചനത്തില് നമുക്ക് കാണാനായിട്ട് കഴിയും. ദാനിയേലിന്, അല്ലെ, ദാനിയേലെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു, നെബൂഖദ്നേസറിന്റെ സ്വപ്നം വന്നപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഈ സ്വപ്നത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി നാം എല്ലാവരും രക്ഷപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൂട്ടുകാരോടൊത്ത് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ശക്തമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്ന ദൈവം, ബലഹീനരെ ശക്തി വർദ്ധിപ്പിക്കുന്ന ദൈവം. പൗലോസിന് അത് തന്നെ പറയാനുണ്ടായിരുന്നു. പൗലോസ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് പറയുന്നുണ്ടല്ലോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ മറ്റൊരു വാക്യം കൂടി നമുക്ക് കാണാനായിട്ട് കഴിയും. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് സ്തുതിക്കുന്നു. അവിടെയും പറയുന്നത് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാം. അപ്പൊ ദൈവത്തിൽ നിന്നാണ് ശക്തി ലഭിക്കുന്നത്. ഇവിടെ മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്, ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടും. എന്താ കൃപ എന്ന് പറഞ്ഞാൽ? കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാം അർഹതയില്ലാത്ത ദൈവത്തിന്റെ ദാനം, അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ്, അല്ലേ എന്നൊക്കെ പറയും. പല വാക്കുകളുണ്ട്. ഗ്രേസ് എന്ന് പറഞ്ഞാല് ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസസ് എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്, 1 കൊരിന്ത്യർ 15-10.
എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള അവരെല്ലാവരെക്കാളും എന്ന് പറഞ്ഞാൽ മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരെക്കാളും ഞാൻ കൂടുതൽ അധ്വാനിച്ചു. പക്ഷെ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ. അപ്പൊ പൗലോസ് പറയുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ്, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഞാൻ അവരെല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്ര. അപ്പൊ ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈൻ എനേബിൾമെന്റ് എന്ന യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. ദൈവം ഒരു കാര്യം ചെയ്യുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന, അതിന് തക്ക സമയത്ത്, അല്ലേ, വേണ്ട ശക്തിയും കൃപയും ധൈര്യവും എല്ലാം ഒരുമിച്ച് തരുന്നതിനെയാണ് കൃപയെന്ന് പറയുന്നത്. ചിലപ്പോ ഒരു വാക്ക് പറയുവാനായിരിക്കാം, ചിലപ്പോ ഒരു പ്രയാസത്തിന് മുമ്പിൽ പതറിപ്പോകാതെ നിൽക്കുവാനായിരിക്കാം, കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ഭീഷണിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം തരുന്ന ശക്തിക്കാണ് കൃപയെന്ന് പറയും. അത് നമുക്ക് അർഹതയില്ലാത്തതാ, അതുകൊണ്ട് അർഹതയില്ലാത്ത ദാനമെന്ന് പറയുന്നു. ദൈവം ഈ കൃപ ചെയ്യുവാൻ, കൃപ കാണിക്കുവാൻ, ഈ ഡിവൈൻ എനേബിൾമെന്റ് അല്ലെങ്കിൽ ഈ സ്വർഗീയ ശക്തി നമ്മിൽ പകരുവാൻ നമുക്കൊരു യോഗ്യതയും ഇല്ല. എന്നാലും ദൈവം അത് നമുക്ക് തരുന്നത് കൊണ്ട് ആണ് നാം ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു എന്ന് പറയും ഇവിടെ. അതുകൊണ്ട് തീമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടും. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ക്രിസ്തുവിൽ വസിക്കാതെ കൃപ ലഭിക്കത്തില്ല. അതുകൊണ്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. ക്രിസ്തീയ ശുശ്രൂഷ, ക്രിസ്തീയ വേല, കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ മനുഷ്യരിൽ ആശ്രയിച്ചോ, മനുഷ്യൻ തണുപ്പിക്കുമെന്നോ, മനുഷ്യൻ സഹായിക്കുമെന്നോ വെച്ചോ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഏത് ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം കായ്പാനായിട്ട് കഴിയില്ല. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്ന് പൗലോസ് പറയുമ്പോൾ, ഇപ്പോ തീമോഥെയോസിനെ തന്റെ അവസാനത്തിൽ പോലും, ജീവിതത്തിന്റെ അവസാനത്തിൽ തനിക്ക് തീമോഥെയോസിനോട് പറയാനുള്ളത്, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടും. ആർക്കും ഏത് നിമിഷവും ഏത് സമയവും ശക്തി ലഭിക്കണമെങ്കിൽ, പതറാതെ നിൽക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഒരു സ്വർഗീയ ശക്തിപ്പെടുത്തൽ ആവശ്യമാണ്. അതാണ് ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ, ദാറ്റ് ഈസ് ദ ഡിവൈൻ എനേബിൾമെന്റ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാനായിട്ട്. സ്വർഗത്തിൽ നിന്ന് നമ്മെ അതിനായിട്ട് ഒരുക്കുന്നതായിട്ടുള്ള ദൈവശക്തിക്കാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആ കൃപ നമുക്കിവിടെ കൊണ്ടു തന്നത് ആരാ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കൃപ എങ്ങനെയാ ലഭിച്ചത്? മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, അല്ലേ? 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അവന്റെ നിറവിൽ നിന്നും നമുക്ക്, അതിന്റെ മേളത്തെ വാക്യം 16-ാമത്തെ വാക്യം, അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് വെറും കൃപ എന്നല്ല പറയുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ക്വാളിഫൈഡ്. ക്രിസ്തുയേശുവിലുള്ള കൃപ എന്നാ പറയുന്നത്. ഗ്രേസ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു മുഖാന്തരമാണ് ഈ കൃപ ലോകത്തിലേക്ക് വന്നത്. ദൈവശക്തി ഇന്ന് മനുഷ്യൻ അനുഭവിക്കുവാൻ കഴിയുന്നത്, ദൈവശക്തി മനുഷ്യനിൽ വ്യാപരിക്കുന്നതിന്റെ കാരണം യേശു ക്രിസ്തു കൊണ്ടുവന്നത് കൊണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കുകയില്ല. അപ്പൊ ദൈവശക്തി നമ്മിലേക്ക് കൊണ്ടുവരുന്നത്
നമ്മിൽ വ്യാപരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. അതുകൊണ്ട് ക്രിസ്തുവിലായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ഫലം കായ്ക്കാനും എന്തെങ്കിലും ചെയ്യുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് തീമത്തിയോസിനോട് പറയുകയാണ്, തീമത്തിയോസ് ഇത്തിരി പേടിയും ഭയവും ഒക്കെ ഉള്ള വ്യക്തിയാ, ഭീരുത്വമുള്ള വ്യക്തിയാ, അല്ലേ? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് തീമത്തിയോസിനോട് പറയുന്നു. അതുകൊണ്ട് പറയുന്നു, എന്റെ മകനെ തീമത്തിയോസെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ കണ്ടിട്ടുണ്ടല്ലോ, ലുസ്ത്രയിൽ വെച്ച് എന്നെ എല്ലാരും കൂടി നിന്ന് കല്ലെറിഞ്ഞപ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് എന്റെ കാലെ പിടിച്ചു വലിച്ച് അവര് പുറത്തു കൊണ്ട് കളയാൻ തുടങ്ങിയപ്പം നിങ്ങൾ എല്ലാവരും ആണല്ലോ ചുറ്റും കൂടി നിന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്നിൽ വ്യാപരിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചതുകൊണ്ട് ഞാൻ മരിച്ചവനായിരുന്നു. എല്ലാവരും കല്ലെറിഞ്ഞ് കൊന്ന എന്നെ ദൈവം ഉയർപ്പിച്ചു. അങ്ങനെ തന്നെ തീമത്തിയോസിന്. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ ലുസ്ത്രയിൽ വെച്ച് എന്തെല്ലാം ഉപദ്രവം സഹിച്ചു എന്ന് നീ കണ്ടിട്ടുണ്ടല്ലോ. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കിയാൽ കാണാനായിട്ട് കഴിയും. 2 തീമത്തിയോസ് 3:11. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. സോ Timothy was an eyewitness of the hardships and the sufferings, അല്ലേ, that were meted out to Apostle Paul. അപ്പോസ്റ്റൽ പൗലോസിന് നേരിടേണ്ടി വന്ന കഷ്ടതയും പ്രയാസങ്ങളും എല്ലാം കണ്ടറിഞ്ഞ വ്യക്തിയായിരുന്നു ആര്? തീമത്തിയോസ്. പൗലോസ് കൃപയിൽ ശക്തിപ്പെട്ടു. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ ഈ പ്രയാസത്തിന്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് വിട്ടുപോവുകയാണ്. എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു, എൻ്റെ നിര്യാണകാലം അടുത്തു, എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീ വേണം ഞാൻ ഈ ചെയ്ത ശുശ്രൂഷ തുടർന്നും നടത്തേണ്ടത്. അതുകൊണ്ട് നിനക്ക് വേണ്ടത് എന്താ? ദൈവത്തിന്റെ ശക്തിയാവണം. ദൈവത്തിന്റെ കൃപയിൽ നീ ശക്തിപ്പെടണം. ക്രിസ്തുയേശുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടണം. പ്രിയമുള്ളവരെ, നമുക്കും വളരെ ആവശ്യമായിരിക്കുന്ന അതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ എവിടെ അവസാനിപ്പിക്കട്ടെ? 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തോട് തൊട്ട് നമുക്ക് അടുത്ത ദിവസം ദൈവഹിതമായാൽ പഠിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും വിട്ടുപോയപ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ലൂക്കോസ് മാത്രം കൂടെയുള്ളപ്പോൾ, വളരെ കഷ്ടതയിൽ തലഛേദിക്കുന്ന ദിവസങ്ങൾ നോക്കി പാർത്തുകൊണ്ട് ദിനങ്ങൾ എണ്ണിക്കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ്, ആസ്യക്കാരെല്ലാവരും വിട്ടുപോയി, ഫുഗലോസും ഹെർമഗനോസും എല്ലാം വിട്ടുപോയി. എന്നാൽ എന്നെ കാണാൻ വന്ന ഒനേസിഫോരേസും കൊല്ലപ്പെട്ടു. അവന്റെ കുടുംബത്തിന് കർത്താവ് ശക്തി നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് തീമത്തിയോസിനോട് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ മകനെ തീമത്തിയോസെ, നീ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ വലിയ ശക്തി ആവശ്യമാണ്. ദൈവത്തിന്റെ വലിയ കൃപ ആവശ്യമാണ്. ക്രിസ്തുയേശുവിലൂടെ അല്ലാതെ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുകയില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവനിലേക്ക് ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആ ഡിവൈൻ എനേബിൾമെന്റ്, ആ ദൈവശക്തി ഈ നാളുകളിൽ, പ്രത്യേകിച്ചും ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നത് നമുക്കേറെ ആവശ്യമാണ്. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിക്കാം, ദൈവത്തിൽ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളമായ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.